ജന്മം നൽകിയ മാതാപിതാക്കൾ ഉപേക്ഷിച്ചു. എന്തിനേറെ പറയുന്നു, കിടക്കാൻ ഒരിടമില്ലാതെ കൂട്ടുകാരൻ്റെ മുറിയിൽ തറയിൽ കിടന്നുറങ്ങി മാസങ്ങളോളം. പക്ഷേ അദ്ദേഹം മരിക്കുമ്പോൾ $1 ട്രില്യൺ കമ്പനിയുടെ ഉടമസ്ഥനായിരുന്നു. ആപ്പിൾ കമ്പ്യൂട്ടറിൻ്റെയും ആപ്പിൾ ഫോണിൻ്റെയും അവകാശി സാക്ഷാൽ സ്റ്റീവ് ജോബ്സ്. വിധി പോലും വിറങ്ങലിപ്പിച്ചു പോയ നിമിഷങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉയർച്ചയിൽ. അദ്ദേഹത്തെക്കുറിച്ച് ധാരാളം പറയുവാനുണ്ട്, എങ്കിലും ചുരുക്കി ചില കാര്യങ്ങൾ മാത്രം പറയാം. വിട പറയും മുൻപേ തൻ്റെ 56-ാമത്തെ വയസ്സിൽ ലോകം ഉപേക്ഷിച്ചു പോകേണ്ടി വന്ന ആപ്പിൾ കമ്പനിയുടെ സ്ഥാപകനും സിഇഒയുമായ സ്റ്റീവ് ജോബ്സ് അവസാനം എഴുതിയ അദ്ദേഹത്തിൻ്റെ കുറിപ്പാണിത്. ഞാൻ കച്ചവട സാമ്രാജ്യത്തിൽ വിജയത്തിൻ്റെ കൊടുമുടി കയറി. മറ്റുള്ളവരുടെ നോട്ടത്തിൽ എൻ്റെ ജീവിതം വലിയ വിജയം തന്നെ. എന്നാൽ ജോലിക്ക് പുറത്ത് സന്തോഷം എന്തെന്ന് ഞാൻ അറിഞ്ഞില്ല. ആത്യന്തികമായ സമ്പത്ത് ആർജിക്കുക എന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറി. ആശുപത്രിയിൽ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് എൻ്റെ മൊത്തം ജീവിതത്തെ പുനർചിന്തനം ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ അഭിമാനിച്ചിരുന്ന എൻ്റെ സമ്പത്തും അംഗീകാരങ്ങളുമെല്ലാം മങ്ങിപ്പോയിരിക്കുന്നു. അതെല്ലാം ആസന്നമായ മൃത്യുവിൻ്റെ മുന്നിൽ അപ്രസക്തമായിരിക്കുന്നു. വാഹനമോടിക്കാൻ ഒരു ഡ്രൈവറെയോ പണമുണ്ടാക്കാൻ ആരെങ്കിലുമോ നിങ്ങൾക്ക് നിയമിക്കുവാൻ സാധിക്കും. രോഗങ്ങളോ വേദനകളോ സഹിക്കുവാനോ നിങ്ങൾക്ക് വേണ്ടി മരിക്കുവാനോ ആരെയും നിയമിക്കുവാനാകില്ല. നഷ്ടപ്പെട്ട ഒരു വസ്തു നിങ്ങൾക്ക് തേടി കണ്ടുപിടിക്കാം. എന്നാൽ നഷ്ടപ്പെട്ട ഒന്നു മാത്രം നിങ്ങൾക്ക് വീണ്ടും തേടി കണ്ടുപിടിക്കാനാവില്ല. അതാണ് ജീവിതം. നിങ്ങളിപ്പോൾ ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലാണെങ്കിലും നമ്മളൊരിക്കൽ ജീവിതത്തിൻ്റെ കർട്ടൻ വീഴുന്ന ദിവസം അഭിമുഖീകരിക്കേണ്ടി വരും. സഹോദരി സഹോദരന്മാർ ഉള്ളപ്പോൾ അവരോടൊത്ത് ചിരിക്കുക, കളിക്കുക, സംസാരിക്കുക, പാട്ടുപാടുക, അങ്ങനെ പല കാര്യങ്ങൾക്കുമായിട്ട് സമയം ചെലവഴിക്കുക. തെക്കും വടക്കും പടിഞ്ഞാറും കിഴക്കും സ്വർഗവും ഭൂമിയും തോന്നുന്നതെന്തും സംസാരിക്കുക. അതാണ് ജീവിതത്തിലെ യഥാർത്ഥ സന്തോഷം. ജീവിതത്തിലെ അനിശ്ചിതമായ സന്തോഷം നിങ്ങൾ നിങ്ങളുടെ മക്കളെ സമ്പന്നരാക്കാൻ പഠിപ്പിക്കരുത്. അവരെ സന്തോഷമായിരിക്കുവാൻ പഠിപ്പിക്കുക. അങ്ങനെ വളർന്നു വരുമ്പോൾ അവർ വസ്തുക്കളുടെ വിലയെല്ലാം മൂല്യം മനസ്സിലാക്കും. അപ്പോൾ ജീവിതം സുന്ദരമാകും. ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, അല്ലെങ്കിൽ ഈ അനുഭവകഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഹാവ് എ നൈസ് ഡേ.